ഗാസ മുനമ്പ് അമേരിക്കയുടെ നിയന്ത്രണത്തിലാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പാലസ്തീനികളെ ഗാസയ്ക്ക് പുറത്ത് സ്ഥിരമായി പുനരധിവസിപ്പിക്കാൻ പദ്ധതിയിടുന്നതായും ട്രംപ് പറഞ്ഞു. നെതന്യാഹുവുമായുള്ള വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഇരു നേതാക്കളും ഒന്നിച്ച സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രസ്താവന. അനുപമ ശ്രീദേവിയുണ്ട്. അനുപമ, വിവരങ്ങൾ. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വാഷിംഗ്ടണിലേക്ക് നെതന്യാഹു വൈറ്റ് ഹൌസിലെ ട്രംപുമായിട്ടുള്ള ആദ്യ വിദേശ നേതാവെന്ന നിലയിൽ കൂടിക്കാഴ്ചയ്ക്കായി പോയത്. അതിനുശേഷം ചൊവ്വാഴ്ചയാണ് ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നത്. ഈ കൂടിക്കാഴ്ചയിലെ ആദ്യ പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വിവരങ്ങളിലാണ് പറയുന്നത് ട്രംപിന്റെ ഭാഗത്തു നിന്ന്, US പ്രസിഡന്റായ ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഗാസ മുനമ്പ് ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പുനരുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് അമേരിക്ക നേതൃത്വം കൊടുക്കുമെന്നുള്ള നിലയിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടാവുന്നത്. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാസ ഇപ്പോൾ ഒരു മരിപ്പുറമാണ്. ഇതിന്റെ ഒരു പുനരുദ്ധീകരണത്തിന് ഹമാസോ പലസ്തീനിയൻ അതോറിറ്റിയോ അടക്കമുള്ള നിലവിലുള്ള പലസ്തീനിയൻ കക്ഷികളെ അനുവദിക്കില്ല. അതിനു പകരം അമേരിക്ക ആ മേഖലയെ, ആ ഭൂപ്രദേശം ഏറ്റെടുത്തുകൊണ്ട് വികസിപ്പിക്കുമെന്നും ധാരാളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും ഈ പശ്ചിമേഷ്യ തന്നെ അഭിമാനമാവുന്ന രീതിയിലുള്ള ഒരു പ്രദേശമായി വികസിപ്പിക്കുമെന്നടക്കമുള്ള പ്രഖ്യാപനങ്ങളാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് നെതന്യാഹു തൊട്ടടുത്തിരിക്കുന്ന ഒരു വാർത്താ സമ്മേളനത്തിലാണ്. ഇങ്ങനെ ഒരു ഇസ്രയേലി പ്രധാനമന്ത്രിയായിട്ടുള്ള നെതന്യാഹു തൊട്ടടുത്തിരിക്കുന്ന ഒരു സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം ട്രംപ് നടത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ നേരത്തെ തന്നെ ട്രംപ് പലതവണ ആവർത്തിച്ചിട്ടുള്ള ഒരു നിർദ്ദേശമായിരുന്നു പലസ്തീനിയൻ ജനത, ഗാസയിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട പലസ്തീനിയൻ ജനതയെ ഗാസയ്ക്ക് പുറത്ത് മറ്റെവിടെയെങ്കിലും പുനരധിവസിപ്പിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം. ഇത് താൽക്കാലികമോ ശാശ്വതമോ ആയിരിക്കുമായിരുന്നു നേരത്തെയുള്ള പ്രഖ്യാപനങ്ങളെങ്കിൽ ഇപ്പോൾ അത് ശാശ്വതമായിട്ടുള്ള ഒരു കുടിയൊഴിപ്പിക്കലാണ് താൻ നിർദ്ദേശിക്കുന്നതെന്ന തരത്തിലുള്ള ട്രംപ് അത് ആ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. നേരത്തെ ജോർദാനിലേക്കോ ഈജിപ്ത് അടക്കമുള്ള കക്ഷികളിലേക്കോ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക്, സമീപ രാജ്യങ്ങളിലേക്ക് പലസ്തീനിയൻ ജനതയെ പൂർണ്ണമായിട്ടും ശാശ്വതമായിട്ടും കുടിയൊഴിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശമാണ് വെച്ചിരിക്കുന്നത്. ഈ നിർദ്ദേശം നേരത്തെ തന്നെ അറബ് കക്ഷികൾ, UAEയും ഈജിപ്തും ജോർദാനും അടക്കമുള്ള കക്ഷികൾ നേരത്തെ തള്ളിയതാണ്. എന്നാലും വീണ്ടും അതേ ഒരു പ്രസ്താവന ട്രംപ് ആവർത്തിക്കുകയാണ്. ഈ ഗാസയുടെ പുനരുദ്ധീകരണം സാധ്യമാവണമെങ്കിൽ അതിന് ഗാസൻ ജനത പൂർണ്ണമായിട്ടും കുടിയൊഴിപ്പിക്കപ്പെടണമെന്നും അങ്ങനെ ഒരു പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ കുടിയൊഴിപ്പിക്കാനായിട്ട്, നിർബന്ധിത കുടിയൊഴിപ്പിക്കലിന് ഗാസൻ ജനത തയ്യാറാകുമോ എന്നൊരു ചോദ്യത്തിന് അത് ഗാസ ഇപ്പോൾ ഒരു മരിപ്പുറമാണെന്നും അവിടേക്ക് ആരും മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ല എന്നും മറ്റെന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ഇപ്പോൾ വടക്കൻ ഗാസയിലേക്ക് അടക്കം ഗാസ ജനത മടങ്ങിയതായിട്ടുള്ള വിവരങ്ങൾ നമുക്കറിയാം. അങ്ങനെ മടങ്ങില്ലായിരുന്നു എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോൾ ട്രംപ് നടത്തിയിരിക്കുന്നത്. ശരി, അനുപമയാണ് വിശദാംശങ്ങൾ നൽകിയത്.